എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ വരുന്നത് സൂപ്പർ പാറ്റേണിൽ വന്ന 2 ടൈപ്പ് മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തേക്കുന്നത്. നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ കളക്ഷന് 2 ഐറ്റം ആണ്, അതിനും 2 റേറ്റ് ആണ് കേട്ടോ. ഇതൊരു മിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, കോട്ടൺ മിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതിൽ വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 650 ആണ് റേറ്റ് വരുന്നത്. ഇത് മറ്റൊരു ഐറ്റമാണ്, നമ്മുടെ ഓർഗൻസ പാറ്റേണിൽ വന്നിട്ടുള്ള ഐറ്റമാണ്. ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് കാണാനായിട്ട് കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് വരും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്, അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് ഇതിനകത്ത് പോയേക്കുന്നത് കേട്ടോ. നല്ലൊരു വീനെക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് വീനെക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ വീനെക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വീനെക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു വൈറ്റ് ഡിസൈനാണ് ലാവൻഡറിനകത്ത് പോയേക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആണ്, കാരണം ഫുൾ ഓർഗൻസ പാറ്റേണിൽ വരുന്നിട്ടുള്ളൊരു ദുപ്പട്ട. ഓർഗൻസ ചുമ്മാ പ്ലെയിൻ അല്ല, അതുപോലെ ഹെവി ആയിട്ട് 2 സൈഡ് നല്ല ഹെവി ആയിട്ട് കേട്ടോ, ഹെവി ആയിട്ട് സീക്വൻസ് പ്ലസ് ത്രെഡ് വർക്ക്, സീക്വൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നതാണ്. അതായത് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഉള്ളിലുള്ള ഒക്കെ മൊത്തം അങ്ങനത്തെ ഒരു ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ദുപ്പട്ടയുടെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഫുള്ള് ഓർഗൻസ പാറ്റേൺ ആണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽ ഷിമ്മറായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, കാരണം ഇതിനകത്തൊരു പ്രത്യേക ഗ്ലേസിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നമുക്കിതിന് റേറ്റ് വരുന്നത് 799 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. ബോട്ടം അറ്റാച്ച്ഡ് ആണ്, ബോട്ടം ഇത് വരും കേട്ടോ. ബോട്ടം സെയിം കളറിൽ ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ഇത് വരും നല്ല വൈറ്റ് കളറിൽ തന്നെ ആ ഒരു വർക്ക് വന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതായ ഫുള്ള് നമുക്ക് തയ്ച്ചിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ ഐറ്റം ഒരുപാട് എണ്ണം നമ്മൾ കരുതിയിട്ടില്ല, കാരണം ഇത് നമുക്ക് എപ്പോഴും പരിചിതമായ മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യുക എന്തായാലും ഉണ്ടെങ്കിൽ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് എണ്ണ ഇല്ല, അപ്പോൾ കാണുമ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത്. നല്ല ഭംഗിയല്ലേ ദുപ്പട്ട കാണാനായിട്ട്, നല്ല രസമുണ്ടല്ലേ ദുപ്പട്ട. ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. 799 റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഷോപ്പിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ്, പക്ഷേ നമ്മുടെ റേറ്റ് വരുന്നത് 799, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഇപ്പോൾ കണ്ട ഷെയ്ഡിന് ഒരു ലേശം വ്യത്യാസമുള്ളൂ. ഇത് ഒരു പീച്ച് കളർന്നൊരു കളറാണെന്ന് മാത്രം, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ദുപ്പട്ട ഇത് വരും. നമ്മളെ തൊട്ട് പിന്നെ കാണിച്ച കളറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഒരു നേരിയ വ്യത്യാസമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഒരു ത്രെഡ് വർക്കാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. 799 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അടുത്തത് വരുന്ന ഒരു സഫയർ ഗ്രീൻ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്, പക്ഷെ നമ്മൾ വീഡിയോയിൽ ഈ ഒരു കറക്റ്റ് കളർ കിട്ടില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഇത് കുറച്ചുകൂടെ ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് തോന്നുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നമ്മൾ വിശ്വസിച്ചെടുക്കാം, കാരണം നമ്മൾ അങ്ങനെ ഉള്ളതേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ, ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ദുപ്പട്ടയിലാണ് അതിൻ്റെ ഭംഗി മൊത്തം ഇരിക്കണേന്ന് എനിക്ക് തോന്നുന്നു, കാരണം അത്ര രസമുണ്ട്. നമുക്ക് ഇടുമ്പോഴേലും നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് കളർ ഇതല്ല, ഇതിനകത്തൊരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് കൂടുതൽ കയറി വരുന്നത്. സഫയർ ഗ്രീൻ ആയതുകൊണ്ടേ നമുക്ക് ആ ഒരു കളർ നമുക്ക് എങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി ഒരു ബ്ലൂ ഷെയ്ഡാണ് കൂടുതൽ വരും, പക്ഷേ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ. അതാണ് അതിൻ്റെ ലുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കത് ഇത്ര ഭാഗം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് കയറ്റിയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിന് താഴേക്ക് ഇട്ടിട്ട് നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഐറ്റത്തിന് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിടുക, അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. നല്ല ഭംഗി തോന്നുന്നുള്ളൊരു ഐറ്റമാണ്. നല്ലൊരു വൈറ്റ് ഡിസൈനാണ് കേട്ടോ. ഫുള്ള് നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു സ്ക്വയർ ഡിസൈൻ ഫുള്ള് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വീനെക്ക് തയ്ക്കത്തക്ക രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വീനെക്കൊന്നും തയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് കുറച്ച് വൈഡാക്കിയിട്ട് നമുക്കൊരു ആലിലയുടെ ഷേപ്പുള്ളതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇത്തിരി ഭാഗമേ പോകത്തുള്ളൂ, എന്നിട്ട് നമുക്ക് ആലിലയുടെ ഷേപ്പിലുള്ള നെക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. റേറ്റ് വരുന്നത് 799 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. വരുന്നത് വേറൊരു പാറ്റേൺ ആണ്, അതായത്
ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ശരിക്കും കോട്ടൺ എന്ന് തോന്നിക്കോളൂ. അപ്പോൾ നമ്മൾക്ക് കോട്ടൺ, പ്യുവർ കോട്ടൺ ആണെങ്കിൽ പോലും കോട്ടൺ കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ കോട്ടൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും കോട്ടൺ അല്ല കേട്ടോ ഐറ്റം, സിന്തറ്റിക് ആണ്. അതായത് ഇതപ്പോൾ നമ്മൾ എത്ര വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ ഈ ഒരു മെറ്റീരിയലിന് ഭംഗി അങ്ങനെ നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം കോട്ടൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും കോട്ടൺ അല്ല ഐറ്റം, മിക്സ്ഡ് ആണ് കേട്ടോ. അപ്പം ഇത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല, മിക്സ്ഡ് കോട്ടൺ ആണ് കേട്ടോ. ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഏതാ പറയുക, മുന്തിരിയും വൈറ്റും കൂടി ഇങ്ങനെ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറ്. അതിനകത്തേക്ക് ബോട്ടത്തിൻ്റെ പ്രിന്റ് ഇതാണ് കേട്ടോ. ഇതാ ബോട്ടം കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടം കുറച്ചുകൂടി പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 ടോപ്പ്, ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം നല്ല പ്യുവർ കോട്ടണിലും കൂടിയാണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ പീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അതും കൂടെ നമുക്ക് ടോപ്പ് തയ്ക്കാൻ എടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ 2 ടോപ്പ് ആവും ഇതിനകത്ത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോപ്പിന് അല്ല ബോട്ടത്തിന് കൊടുത്തേക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ടോപ്പിന് കൊടുത്തേക്കുന്ന മെറ്റീരിയൽ ഓൾറെഡി ഇത്ര ലെങ്ത് പുറകോട്ടേക്ക് കൊടുത്തിട്ട് ഇവിടെ ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ത്രെഡും സീക്വൻസ് ആ സെയിം കളർ തന്നെ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വർക്കല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം അത് വരും. ഇതാണ് ബോട്ടത്തിൻ്റെ പോർഷൻ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ദുപ്പട്ട, നമ്മുടെ ശരിക്കും ആ കോട്ടണിൽ വരുന്ന അതേ ഒരു ദുപ്പട്ടയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് വരും. ദുപ്പട്ട കുറച്ചുകൂടി ഡിമ്മായിട്ടാണ് നിൽക്കുന്നത്. ഇത്ര ഹെവി ആയിട്ട് ഇങ്ങനെ എടുത്തടിച്ചല്ല നിൽക്കുന്നത്. ഒരു കുറച്ചുകൂടി നമ്മൾ അതായത് ഈ നമ്മുടെ മെറ്റീരിയലിനെക്കാളും കുറച്ച് ഡിമ്മായിട്ടാണ് കേട്ടോ ദുപ്പട്ട നിൽക്കുന്നത്. നമ്മുടെ സാധാരണ കോട്ടൺ വരുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് ഡിമ്മായിട്ടാണല്ലോ നിൽക്കുന്നത്. ആ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇങ്ങനെ വരും കേട്ടോ. യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും. അതിൻ്റെ ദുപ്പട്ട നമ്മൾ ഈ കാണിച്ച ഐറ്റം സെയിം തന്നെ. ഇനി ഇത് ബോട്ടത്തിൻ്റെ പോർഷൻ എല്ലാത്തിനകത്തും ഈ ഒരു പ്ലെയിനകത്ത് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരിക്കും എല്ലാത്തിനകത്തും ബോട്ടം വന്നേക്കുന്നത്. ബോട്ടം നമുക്ക് ടോപ്പ് തയ്ക്കത്തക്ക രീതിയിലാണ് വന്നേക്കുന്നത്. ഇതാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ഇതൊരു യെല്ലോയുടെ പീസാണ്. ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. ദുപ്പട്ട കുറച്ച് ഷൈനിങ് കുറഞ്ഞെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ടോപ്പിൻ്റെ ഒപ്പം കളറിലല്ല ദുപ്പട്ട നിൽക്കുന്നത്. ഭയങ്കര ഹെവി കളറല്ല, നമ്മൾ ആ കോട്ടൻ്റെ ഒരു പാറ്റേൺ, അതേ പാറ്റേൺ തന്നെ. അതായത് നമ്മൾ മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ഡൗൺ ആയിട്ടാണ് ദുപ്പട്ട നിൽക്കണത്. പക്ഷേ സെയിം കളർ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ചിലർക്കൊന്നും കോൺട്രാസ്റ്റ് ആയിട്ടൊന്നും വരുമ്പോൾ ഇഷ്ടമല്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു കോട്ടൻ്റെ ഒരു ലുക്ക് തോന്നണതുകൊണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. 650 രൂപയ്ക്ക് വരുന്നത് ഇത് വരും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം എല്ലാത്തിനകത്ത് ഇങ്ങനെയായിരിക്കും. ആ ഏത് കളറാണോ ടോപ്പ് അതിൻ്റെ ആ സെയിം കളറിൽ പ്ലെയിനിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ്, നമ്മുടെ ബാറ്റിക് പ്രിൻറ്റ് പോലത്തെ ഒരു പ്രിൻ്റ് ആയിരിക്കും ബോട്ടത്തിൽ പോയിരിക്കുന്നത്. ഇത് വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. നമുക്ക് റേറ്റ് വരുന്നത് 650 വരുന്നുള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അങ്ങനെ വരുവേ. അതിനകത്തൊരു 2-3 കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇത് നെക്സ്റ്റ് കളറാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്ലൂ ഷെയ്ഡിന് പകരം ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കൂടുതലായിട്ട് കയറി വരുന്നത്. സഫയർ ഗ്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡായിരിക്കും കൂടുതൽ കയറി വരുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ബ്ലൂ ഷെയ്ഡല്ലേ കൂടുതൽ കാണുന്നത്, ശരിക്കും വേണ്ടുമ്പോൾ ഗ്രീൻ ഷെയ്ഡാണ്. പക്ഷെ നല്ല കളറാണ് കേട്ടോ, നല്ല രസമുള്ള കളറാണ്. ഇതിനകത്ത് സെയിം ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലെയിനിനകത്ത് ആ ഒരു ബാട്ടിക് പ്രിൻ്റാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തത്. സോറി, ബോഡി കളർ വരുന്നത് ഇതൊരു ആഷ് ഷെയ്ഡാണ് കേട്ടോ. കുറച്ചുകൂടി ലൈറ്റായിട്ട് നിൽക്കുന്നത്, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആഷ് ഷെയ്ഡല്ല, കുറച്ചുകൂടി ലൈറ്റായിട്ട് നിൽക്കുന്ന ആഷ് ഷെയ്ഡാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് കളർ കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ. അത്രയും കളറില്ല നേരിട്ട് കാണുമ്പോൾ. കുറച്ചുകൂടെ ഡള്ളായിട്ട് നിൽക്കുന്ന ആഷ് ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂവേ അല്ല കേട്ടോ, ബ്ലൂ ഒന്നുമല്ല, ആഷ് ഷെയ്ഡ് തന്നെയാണ്. കുറച്ച് ഡള്ളായിട്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എന്താണെന്നറിയാമോ, ഈ ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിൽ കൊടുത്തേക്കണില്ലേ, സെൻട്രൽ പോർഷനിൽ കൊടുത്തേക്കുന്ന സെയിം തന്നെയായിരിക്കും കേട്ടോ ബോട്ടം തന്നെ. കണ്ടോ, അതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ് ഈ വർക്ക് വരുന്നത്. സെൻട്രൽ പോർഷൻ കൊടുത്തേക്കുന്നതായിരിക്കും ബോട്ടം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ദുപ്പട്ടയുടെ കളർ കാണുന്നത് ഏകദേശം സെയിം തന്നെ, വലിയ വ്യത്യാസമില്ല. ടോപ്പിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി കളർ കൂടുതൽ വലിയ തോന്നുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഷെയ്ഡ് തന്നെയാണ്, മിക്സഡ് ആണ്, കോട്ടൺ അല്ല, പ്യുവർ കോട്ടൺ അല്ല വരുന്നത്, കോട്ടൺ മിക്സഡ് ആണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഐറ്റം നല്ല ഭംഗിയുള്ളത് കൊണ്ട് റേറ്റ് നമുക്ക് 650 കേട്ടോ റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ വരും. നമുക്ക് ഒരു ഡാർക്ക് റെഡ് ഇല്ലേ, ഡാർക്ക് റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളർ, അതാണ് കേട്ടോ വരുന്നത്. നല്ല ഹെവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഡിസൈൻ നല്ല ഹെവിയാണ്. പക്ഷെ നമ്മൾ ആ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ട് കൊടുത്തേക്കണ കാണുകൊണ്ടേ അത് ഒത്തിരി അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണില്ലെന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കൊടുത്തേക്കുന്ന ഫ്ലവർ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഡിസൈൻ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്തത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. എൻ്റെ ദുപ്പട്ടയിൽ ഫുള്ള് ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്, പ്ലെയിൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എന്തായിരിക്കും തന്നെ, ബോട്ടത്തിന് വ്യത്യാസമുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതായത് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്ന സെയിം ആയിട്ട് തന്നെ, ബോട്ടത്തിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ, ഈ ഒരു പീസാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. അത് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട്, ഞാനത് ഓർമ്മ കാണിച്ചപ്പോൾ അത് അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ്, അതായത് ഈ ഒരു കൊടുത്തേക്കുന്ന തുണി ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ബോട്ടം വരുന്നത് കേട്ടോ. അത് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഗ്രീൻ ഇല്ലേ, സഫയർ ഗ്രീൻ കാണിച്ചില്ലേ, അതിൻ്റെയും ബോട്ടം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ കളറിൻ്റെയും ബോട്ടം നമ്മുടെ ആ ദുപ്പട്ടയിൽ വന്നേക്കുന്ന ആ ക്രോസ് ഇല്ലേ, അത് തന്നെയായിരിക്കും അതിൻ്റെ ദുപ്പട്ട, അതിൻ്റെയും ബോട്ടമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മാറിപ്പോയതാണ്, സോറി. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കളറും, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കളറും കൂടി അവൈലബിൾ ആണ്. ഇത് വളരെ ഭംഗിയുള്ളൊരു, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വാഴക്കൊമ്പിൻ്റെയൊക്കെ ഗ്രീൻ എന്ന് പറയില്ലേ, പച്ചക്കന്ന് പറയില്ലേ, ആ ഒരു പച്ച കളറൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വലിയ ഒട്ടും തന്നെ കളർ ചേഞ്ച് ഇല്ല, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ്. അപ്പം ഇതുവരെ കളർ മഞ്ഞയും പച്ചയും കൂടെ കൂടുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ. ഇനി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട ഓക്കെ, ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് കണ്ടോ, പ്ലെയിനിൽ വന്നിട്ട് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടത്തിൻ്റെ പോർഷൻ ഇതായിരിക്കും കേട്ടോ, ഇതായിരിക്കും ബോട്ടത്തിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഞാനത് പറഞ്ഞപ്പം എന്തായാലും ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് മറ്റൊരു കളക്ഷൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മൾ ആദ്യം കാണിച്ച ഓർഗൻസ പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് 799 ആയിരുന്നു റേറ്റ് വരുന്നത്. അതിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോയത്. കമൻറ്റ് വിന്നർ ആവേണ്ട എല്ലാവർക്കും. അപ്പം ലാസ്റ്റത്തെ കമൻറ്റ് വിന്നർ നമ്മൾക്ക് ഗിഫ്റ്റൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ കമൻറ്റും തന്നെ വായിച്ചു നോക്കുന്നതാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറന്നു പോകരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി സാരീസിൻ്റെ കളക്ഷനൊക്കെ വരാനുണ്ട് കേട്ടോ. ഒരുപാട്